കർത്താവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവെ ഞങ്ങൾ അടുത്തു വരുന്നു. ഈ നല്ല പ്രഭാതം ഞങ്ങൾക്ക് ദാനമായി തന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ നെടുമ്പാട് വീണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രികാലം ഞങ്ങളെ ക്ഷേമമായി സൂക്ഷിച്ച ദൈവം, ആണിപ്പഴുതുള്ള കരം ഞങ്ങളെ സൂക്ഷിച്ചു. കർത്താവെ, ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പരിപാലിച്ച ദൈവത്തിന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സ്തോത്രം കരയറ്റുന്നു. ആരാധനയ്ക്ക് യോഗ്യനായവനെ, എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങൾ അങ്ങേക്ക് കരയേറ്റി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ. ഞങ്ങൾ കർത്താവെ ഒരുമിച്ച് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം തുറന്ന് ഞങ്ങളെ ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യം കർത്താവെ ഒരു നിമിഷം പോലും ഞങ്ങളിൽ നിന്നും വിട്ടുപിരിയാതെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഒരു നിമിഷം പോലും ഞങ്ങളിൽ നിന്ന് അകന്നു പോകാതെ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ 4 ദിക്കുകളും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ, അത് ഞങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങേ പാദപീഠത്തിൽ താണിരുന്ന് അനേകമായ ഞങ്ങളുടെ വിഷയങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പ്രാർത്ഥനകളെ മറികടന്നു പോകാത്തൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹം ഞങ്ങൾക്ക് തരുന്നൊരു ദൈവമുണ്ട്. ഞങ്ങളുടെ അധരങ്ങളുടെ യാചന നിഷേധിക്കാത്തൊരു ദൈവമുണ്ട്. ഞങ്ങൾ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആശ്രയം മനുഷ്യരിലല്ല, ഞങ്ങളുടെ ആശ്രയം പ്രഭുക്കന്മാരിലല്ല. ആകാശത്തെയും ഭൂമിയെയും ചമച്ച ഞങ്ങളുടെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾ മറുപടിയുമായി തിരികെ പോകുന്നെന്ന് വിശ്വാസത്തിൽ പറഞ്ഞു പ്രഖ്യാപിക്കുന്നു. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയം എന്ന് വചനം പറയുമ്പോൾ ഞങ്ങളുടെ വിടുതലുകൾ വിശ്വാസ കണ്ണിൽ കണ്ണുകൊണ്ട് കർത്താവെ സ്തോത്രം, ആ കാഴ്ച ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രത്യാശയിലേക്ക് നടത്തും. കർത്താവെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലുള്ള കർത്താവെ ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങളെ നോക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ മുൻപോട്ട് ചലിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. ഈ ഭൂമി ഞങ്ങൾ ജീവിക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടത് തന്ന് ഞങ്ങളെ ക്ഷേമമായി പോറ്റി പുലർത്താമെന്ന് വാക്ക് പറഞ്ഞ ദൈവം, സദാ ജീവിക്കുന്ന ദൈവം, ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് കർത്താവെ അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാരംഭമായി കർത്താവെ ഈ പ്രാർത്ഥന കേൾക്കുന്ന സകല വ്യക്തികളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തിനകത്തേക്ക് കയറ്റി നിർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബവും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. ഓരോ കുടുംബത്തിലും ദൈവത്തിന്റെ നടത്തിപ്പ് കർത്താവെ ഞങ്ങൾ ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമില്ലാത്ത ഒന്നിനും ഇരിക്കുവാൻ കഴിയാത്തവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ കുടുംബങ്ങളെയും നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ യേശു കർത്താവിന്റെ സാന്നിധ്യം ഓരോ കുടുംബത്തിലും വെളിപ്പെടട്ടെ. കർത്താവെ, സ്തോത്രം. കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളുടെ ആഗ്രഹങ്ങൾ ദൈവഹിത പ്രകാരമായിരിക്കട്ടെ. ഞങ്ങളുടെ കൊതിയല്ല കർത്താവെ, അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഞങ്ങളുടെ ആരോഗ്യം അങ്ങ് തന്ന ദാനമാ കർത്താവെ. ഞങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാ. ദൈവത്തിന്റെ ആലയത്തെ തകർക്കുന്നതൊന്നും ഞങ്ങളുടെ ശരീരങ്ങളിൽ ഇരിക്കാതെ വണ്ണം കർത്താവെ അങ്ങയുടെ കരം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഉച്ചി മുതൽ ഉള്ളംകാൽ വരെ ദൈവ സാന്നിധ്യം നിറയുന്നവരായി ജീവിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്ത് ഞങ്ങളുടെ കാഴ്ചകളൊക്കെയും ദൈവഹിത പ്രകാരമായിരിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകൾ ദൈവഹിത പ്രകാരമായിരിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ ദൈവഹിത പ്രകാരമായിരിക്കട്ടെ. ഞങ്ങൾ ആരെയൊക്കെ കാണുന്നു, ആരോടൊക്കെ സംസാരിക്കുന്നു, ആരോടൊക്കെ ഇടപെടുന്നു, ഇതൊക്കെയും പരിശുദ്ധാത്മാവ് തീരുമാനിക്കട്ടെ. കർത്താവെ, ഈ നല്ല പ്രഭാതത്തിൽ ഇന്നത്തെ ഞങ്ങളുടെ കാഴ്ചകൾ, കേൾവികൾ കർത്താവെ എല്ലാം അങ്ങിലുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നതായിരിക്കട്ടെ. നിരാശയുടെ കർത്താവെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ. പ്രത്യാശയുടെ അനുഭവങ്ങൾ തെളിഞ്ഞു വരട്ടെ. ഞങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസവും കർത്താവെ അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ കർത്താവെ വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ ഹല്ലേലൂയ, ആ വിശ്വസ്തതയിലേക്ക് നടന്നു വരുവാൻ കർത്താവെ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിനേക്കാൾ അല്പം കൂടി അധികമായി
അധികമായ അഭിഷേകത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. അല്പം കൂടി അധികമായ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ നടത്തണമേ. കർത്താവേ സ്തോത്രം. കഴിഞ്ഞ രാത്രികാലം ഞങ്ങൾ ഉറങ്ങുവാൻ കിടക്കുമ്പോൾ ഞങ്ങളിലുള്ള വിശ്വാസത്തിന്റെ അളവ് എത്രയാണോ അതിലും അല്പം കൂടി അധികമായി ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുന്തിരിവള്ളി കൊമ്പിനോട് പറ്റിയിരിക്കുന്നത് പോലെ അങ്ങയുടെ സാന്നിധ്യത്തോട് പറ്റിയിരിപ്പാൻ കർത്താവെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധിയും ഞങ്ങളുടെ ഹൃദയത്തെ ബാധിക്കാതെ കർത്താവെ സ്തോത്രം ജീവിപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ എല്ലാ വ്യക്തികളും ആയിരിക്കുന്ന ജോലി മേഖലകളിൽ അങ്ങയുടെ സാന്നിധ്യം കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ ജോലികൾ കർത്താവെ സ്തോത്രം ചെയ്തു തീർക്കുവാനുള്ള ബലവും കഴിവും ഞങ്ങൾക്ക് പകരണമേ. ബലഹീന പാത്രങ്ങളിലേക്ക് അങ്ങയുടെ അമിത ബലം പകർന്ന് കർത്താവെ കണ്ണുകൾക്ക് ആശ്ചര്യമാകത്തക്കവണ്ണം ഞങ്ങളുടെ കടമകൾ നിറവേറ്റുവാൻ സ്വർഗം ഞങ്ങളോട് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിലെ വ്യക്തികളെ തലമുറകളെയൊക്കെ അങ്ങയുടെ കരത്തിൽ തരുന്നു പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവുമായി ബന്ധമില്ലാത്ത സകല വ്യക്തികൾക്കും ഉള്ളിൽ കർത്താവുമായി ഒരു അടിയുറച്ച ബന്ധം കർത്താവ് സൃഷ്ടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ അറിയാതെ കർത്താവെ യേശു കർത്താവുമായി ബന്ധമില്ലാതെ യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴമറിയാതെ ജീവിക്കുന്ന സകല വ്യക്തികളും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ അങ്ങ് കർത്താവെ ഭാഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ഭൂമിയിൽ ഞങ്ങൾ എന്തൊക്കെ നേടിയാലും അങ്ങയുടെ സ്നേഹം അറിയാതെ അങ്ങയുടെ സാന്നിധ്യം അറിയാതെ ജീവിച്ചാൽ കർത്താവെ സ്തോത്രം അത് പൂർണ്ണമായി ശൂന്യതയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അങ്ങനെ ശൂന്യതയിൽ ജീവിക്കുന്ന അനേകർക്ക് കർത്താവെ ഈ അത്ഭുത പ്രകാശത്തെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളുണ്ട്. കർത്താവെ സ്തോത്രം. മക്കൾ യഹോവയുടെ ദാനം എന്ന് വചനം പറയുന്നു. കർത്താവെ സ്തോത്രം. ഉദരഫലങ്ങളെ അടച്ചു വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളും തുറന്നു കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന കർത്താവെ സകല കുടുംബങ്ങൾക്കും അങ്ങ് ദാനമായി പൈതലുകളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം കരേറ്റുവാൻ അവരെയൊക്കെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സ്തോത്രം. ഭവനമില്ലാതെ ഭാരപ്പെടുന്ന അനേക കുടുംബങ്ങളുണ്ട്. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങളുടെ താക്കോലുകൾ കർത്താവെ അങ്ങ് കൈമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ വചനം കർത്താവെ അവർക്ക് കർത്താവെ പുതിയ ഭവനങ്ങൾ കൊടുക്കുവാൻ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ സാമ്പത്തികമായി ഞെരുക്കത്തിൽ കൂടി കടന്നു പോകുന്ന സകല കുടുംബങ്ങളെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങയുടെ ജീവിതം ഹല്ലേലൂയ ഞങ്ങൾക്ക് കർത്താവെ ഒരു മാതൃകയാണ്. അങ്ങയുടെ ജീവിതത്തെ മാതൃകയാക്കി ഞങ്ങൾ മുൻപോട്ട് ജീവിക്കുമ്പോൾ കർത്താവെ അങ്ങയെ ആശ്രയിച്ച് ജീവിച്ചവർക്ക് ഹല്ലേലൂയ ജീവനും ഭക്തിക്കും വേണ്ട സകലതും കൊടുത്ത ദൈവം അങ്ങയെ വിശ്വസിക്കുന്ന അങ്ങയുടെ ഹല്ലേലൂയ മക്കളായ ഞങ്ങൾക്ക് വേണ്ട സകല നന്മകളും തന്നരുളുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ നിന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിങ്കിൽ പൂർണ്ണമായും തീർത്തു തരുമെന്ന വചനം കർത്താവെ ഞങ്ങളുടെ സാമ്പത്തിക മേഖലകളിലെ കർത്താവെ ഞെരുക്കങ്ങളെ മാറ്റിക്കളഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ യഹോവ സകല രോഗങ്ങളും അകറ്റിക്കളയുന്ന വചനം ഞങ്ങളുടെ ശരീരങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്തു. കർത്താവെ അങ്ങ് ലോകം തന്നിട്ട് പോകാത്ത സമാധാനം ഞങ്ങൾക്ക് തന്നേച്ചു പോയ ദൈവം അങ്ങ് തന്നിട്ട് പോയ സമാധാനത്തെ കെടുത്തുന്ന സകല വ്യാപാരങ്ങളും ഞങ്ങളെ വിട്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിന്റെ സമാധാനം ഞങ്ങളെ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിലും ദൈവത്തിന്റെ വലിയ സമാധാനം നിറയട്ടെ. കർത്താവെ കർത്താവിന്റെ മുഖം കണ്ട കുടുംബങ്ങൾ വലിയ സമാധാനം അനുഭവിക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാകിയാൽ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വലിയ സമാധാനം കൊണ്ട് വലിയ സന്തോഷം കൊണ്ട് കുടുംബങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ മക്കളുടെ ഭാവിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടിയും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളുടെയും ഭാവി അനുഗ്രഹപൂർണമായി തീരുവാൻ സ്വർഗം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗം ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലിയതുമായിരിക്കുമെന്ന വാഗ്ദത്തത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വാഗ്ദത്തം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ നിറവേറപ്പെടണമേ. അത് കാണുവാൻ അത് കണ്ട് സന്തോഷിക്കുവാൻ മാതാപിതാക്കൾക്ക് ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പരസ്പരം
പരസ്പരം പ്രാർത്ഥനയിൽ താങ്ങുവാൻ കർത്താവെ, മറ്റൊരാളുടെ ബലഹീനതയിൽ താങ്ങി നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിന്റെ രക്തത്തിൽ സഹോദരങ്ങളായിരിക്കെ മറ്റൊരാളുടെ വേദന ഞങ്ങളുടെ വേദന പോലെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, ബലപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റൊരാളുടെ വേദനയും വിഷമവും സ്വന്തം വേദന പോലെ ഏറ്റെടുത്ത് അതിന്റെ വിടുതൽ കാണുന്നത് വരെയും വിശ്വസ്തമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പരസ്പരം ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളുടെയും പ്രാർത്ഥന വിഷയങ്ങൾ അങ്ങയുടെ കരത്തിൽ തന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന് വചനം പറയുന്നു. ആ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടയക്കുകയില്ലെന്ന് വചനം പറയുന്നു കർത്താവെ. ഞങ്ങൾ അനാഥരായി പോയെന്ന്, ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്ന നേരങ്ങളിൽ അങ്ങയുടെ വചനം ഞങ്ങളെ ജീവിപ്പിക്കും. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ജീവിപ്പിക്കും. ലോകം ഞങ്ങളെ മറന്നുപോയാലും, കൂടെയുള്ളവർ ഞങ്ങളെ മറന്നുപോയാലും, ഒരു നാളും മറന്നു പോകാത്തൊരു ദൈവമുണ്ട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരു നാളും ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ താണിരിക്കുന്നു കർത്താവെ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീനെന്ന് കർത്താവ് ഞങ്ങളോട് പറഞ്ഞു. മിണ്ടാതിരുന്ന് കർത്താവെ, ഞങ്ങളുടെ ഹൃദയം ഓരോ ദിവസവും അങ്ങയുടെ സന്നിധിയിൽ പകർന്ന് അങ്ങയുടെ മറുപടികൾക്കായി, അങ്ങയുടെ സ്നേഹത്തിനായി കാത്തിരിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലതും ശൂന്യമായി കിടക്കുന്ന സാഹചര്യത്തിലും കർത്താവെ, ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലെന്ന വചനമുണ്ട്. ഞങ്ങൾ ആ വചനത്തിൽ ആശ്രയിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു. ഈ ബന്ധം മാത്രം മതി ഞങ്ങളുടെ ജീവിതത്തിൽ അന്ത്യം വരെ. കർത്താവേ സ്തോത്രം. അങ്ങയെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ വണ്ണം മുൻപോട്ട് നോക്കി ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു കർത്താവിനെ നോക്കി ഞങ്ങളുടെ ഓട്ടം തികയ്ക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയിൽ കാണുന്ന ഒന്നിനും ഞങ്ങളെ തടയുവാൻ കഴിയാതെ വണ്ണം ദൈവ സാന്നിധ്യം കർത്താവെ തീ പോലെ ഞങ്ങളിൽ ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ, പരസ്പരം വഹിച്ചു പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ ഹല്ലേലൂയ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോൾ സൈന്യങ്ങളായി നിൽപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയ്ക്ക് വേണ്ടിയുള്ള പോരാളികളായി കർത്താവെ സ്തോത്രം ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ക്ഷീണങ്ങൾ മാറിപ്പോകട്ടെ, നിരാശകൾ മാറിപ്പോകട്ടെ. ബലത്തോടെ ഓടുവാൻ, ധൈര്യത്തോടെ ഓടുവാൻ, ആരോഗ്യത്തോടെ ഓടുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. പൈശാചിക മണ്ഡലങ്ങൾ ഞങ്ങളെ കാണിക്കുന്ന കാഴ്ചകളല്ല, കേൾപ്പിക്കുന്ന കേൾവികളല്ല, ദൈവത്തിൽ നിന്നുള്ള വാക്കുകൾ, ദൈവത്തിന്റെ കാഴ്ചകൾ ഞങ്ങളിൽ നിറയട്ടെ. നിരാശയുടെ കർത്താവെ സകല കാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മറന്നു കളഞ്ഞിട്ട് ഞങ്ങൾ പ്രത്യാശയുടെ ദൈവത്തിലേക്ക് നോക്കുന്നു. ഞങ്ങളുടെ വിഷയങ്ങൾ കർത്താവെ ലാസറിന്റെ ശരീരത്തെ പോലെ ജീർണിച്ചു പോയാലും അതിലെ ജീവൻ വെപ്പിക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ അങ്ങിലാണ് ആശ്രയിച്ചിരിക്കുന്നത് കർത്താവെ. ഞങ്ങൾ പിടിച്ചിരിക്കുന്ന കരം ലോകത്തിലെ ഒരു മനുഷ്യന്റെ കരമല്ല, അതൊരാണിപ്പഴുതുള്ള കരമാ, അതൊരു കല്ലറയെ പൊളിച്ച കരമാ. ഞങ്ങൾ ആ കരത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കരം കോർത്തു പിടിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ വഴിയിൽ വീണു പോകത്തില്ല. ഞങ്ങളുടെ പാദം കല്ലിൽ തട്ടി പോകാതിരിക്കാൻ കർത്താവ് അങ്ങയുടെ ദൂതന്മാരോട് ഞങ്ങളെക്കുറിച്ച് കൽപ്പിച്ചിരിക്കാൻ ഞങ്ങളെക്കുറിച്ച് പൂർണ്ണമായി തിരിച്ചറിയുന്നു. ഞങ്ങൾ ആരുടെ കരത്തിൽ ഇരിക്കുന്നെന്ന പൂർണ്ണ വിശ്വാസത്തിൽ ഈ ദിവസവും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് ഞങ്ങളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും അങ്ങേ പാദപീഠത്തെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസവും ഇനിയുള്ള ദിവസങ്ങളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദിവസാന്നിധ്യം ഞങ്ങളെ മുൻപോട്ട് ചലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് ധാരാളം ധാരാളം ധാരാളമായി നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വിട്ടുപിരിയാത്ത സാന്നിധ്യം ഈ ദിവസവും ഇനി മുതലുള്ള എല്ലാ ദിവസവും നമ്മളോട് കൂടെ ഉറക്കത്തിലും ഉണർച്ചയിലും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളം എല്ലാവരെയും സഹായിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു.